എന്റെ ഷർട്ട് എവിടെ? ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. ഇനി ആ വൃത്തികെട്ട റേഡിയോക്കാരനായിട്ട് എടുത്തു കാണോ? അയ്യോ എന്റെ ഷർട്ട്! നിന്റെ ഷർട്ട് ഞാൻ അയൺ ചെയ്യാൻ നോക്കിയതാ. അയൺ ചെയ്യാൻ നോക്കിയപ്പോ തന്നെ ഇങ്ങനെ. അപ്പൊ അയൺ ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? എന്റെ പുതിയ ഷർട്ട് പോയി. നിനക്കിപ്പോ എന്താ എന്റെ ഷർട്ട് അയൺ ചെയ്യാനുള്ള വെളിപാട് വന്നേ? ഇത്ര നാളുണ്ടായിരുന്നില്ലല്ലോ. ഞാൻ എത്ര ദിവസം ഷർട്ട് അയൺ ചെയ്യാണ്ട പോയിട്ടുണ്ട്. അതൊന്നും തോന്നാത്ത സ്നേഹം ഇപ്പോ. അതിപ്പോ നമ്മള് പഴയതുപോലെ ഫ്രണ്ട്സ് അല്ലല്ലോ. പ്രേമം തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും നഷ്ടം തുടങ്ങി. പണ്ടാരോ പറഞ്ഞ ശരിയാ, പ്രേമം ഓട്ടോറിക്ഷ മാരിയാ, കേറിപ്പോയാ പൈസ കൊടുത്തേ പറ്റൂ. സോറി. ചേട്ടനെ സ്നേഹിച്ച് ഇസ്തിരിട്ടതായിരിക്കുംല്ലേ? തോന്നി. നന്നായിട്ടുണ്ട്. എന്നാലും നീ എന്നോട് വേറെ വാങ്ങിച്ചുതരാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് റോസ്റ്റാ? അല്ല, ഷർട്ട് റോസ്റ്റാ. ഷർട്ട് റോസ്റ്റാ? പാറു ചെയ്ത പണിയാ റോയിച്ച. അല്ല, നീ എന്തിനാ ഇവന്റെ ഷർട്ട് എടുത്ത് ഇസ്തിരിട്ട്? അത് ഞാൻ എന്റെ ജീൻസ് ആണെന്ന് വിചാരിച്ച് ഇസ്തിരിട്ടതാ. നീ ഇന്ന് നിന്റെ ഒറ്റ ജീൻസ് മാത്രമല്ല ഇസ്തിരിട്ടുള്ളൂ. അതെ, എന്താ റോയിച്ച? അല്ല, എന്റെ ഷർട്ടെല്ലാം ജീവനോടുണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. കരിച്ചു കളഞ്ഞില്ലല്ലോ. നിനക്കൊന്ന് ഓഫീസില്ലേ? ആണ്ട്. തമ്പരാൻ എന്താണാവോ പണി? എനിക്കിന്നൊന്നുമില്ല. ആ റോയിച്ച, ഇപ്പഴാ ഓർത്തെ, ഞാൻ ഇന്ന് ലീവ് എടുത്തു. ഈ വീട്ടിലെന്തൊക്കെയോ മണക്കുന്നുണ്ട്. അത് വേറൊന്നല്ല, ഈ കരിഞ്ഞ ഷർട്ടിന്റെ. ആ കോൾഡ് കോഫി പാക്ക് ചെയ്തു. ഇനി എന്താണെന്ന് ചോദിച്ചോണ്ട് നിൽക്കാതെ ഓർഡർ നോക്കി അത് പാക്ക് ചെയ്യേ. ഓർഡറിലുള്ള എല്ലാം പാക്ക് ചെയ്തിട്ട് പറയാൻ പറഞ്ഞോണ്ടാ ചോദിച്ചത്. വായിക്കാനും സമ്മതിക്കില്ല. എല്ലാം എടുത്തു വച്ചു. എല്ലാം എന്ന് പറഞ്ഞാ ഹോം ഡെലിവറിക്ക് ഓർഡർ കിട്ടിയ കംപ്ലീറ്റ് ഐറ്റംസ് എടുത്തു വെച്ചു. ഇനി എന്ത് പിണ്ണാക്ക് നോക്കിക്ക? ഇനി എന്നെ കൂടി ഇല്ലേ പാക്ക് ചെയ്യണോ? അതല്ല, എനിക്കൊന്നും പരിചയമായിട്ടില്ലല്ലോ, അതുകൊണ്ടാ. ബുദ്ധിമുട്ടായെങ്കിൽ സോറി. എല്ലാം എടുത്തു വെച്ചു നീ പറഞ്ഞു. ഇപ്പോഴും ഇതിലൊരു കാര്യം കുറവാ. ഒന്ന് നോക്കിയിട്ട് പറയാവോ? ഇല്ല ഏട്ടാ, എല്ലാം ഉണ്ടല്ലോ. എന്നാ ഇല്ല, ടിഷ്യൂ ഇല്ല. അയ്യേ, ടിഷ്യൂ അല്ലേ? അത് ഇത്ര നിർബന്ധമാണോ ചേട്ടാ? ടിഷ്യൂന്റെ വില നിനക്കൊന്നും അറിയില്ല. വല്ല ഇംഗ്ലീഷ് നാട്ടിലാ ജനിച്ചെങ്കിലേ നീ ഇത് പറയില്ല. അതെന്താ അവിടെ ഇത് മസ്റ്റാ? മസ്റ്റ് ആണോന്നാ? ഈ ടിഷ്യൂ ഇല്ലെങ്കിൽ രാവിലെ ഒന്നല്ല രണ്ടും നടക്കില്ല. അയ്യോ, എന്നാ ടിഷ്യൂ ഇരിക്കട്ടെ. ഇനിയും പോവാലോ. അവോ എടാ വിനീതേ, നീ ഇതുവരെ പോയില്ലേ? ഇനി പോയി വന്നിട്ട് എപ്പോ ബാങ്കിൽ പോവാനാ? എന്റെ പൊന്ന് ചിഞ്ചു, ഇവിടെ സർവീസ് ചെയ്യണം, പിന്നെ പാഴ്സലും പാക്ക് ചെയ്യണം, അത് കഴിഞ്ഞ് അത് കൊണ്ടുപോയി കൊടുക്കണം, പിന്നെ അതും കഴിഞ്ഞ് ബാങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാ പിന്നെ എനിക്ക് വേറെയും പണിയുണ്ട്. ഇതൊക്കെ കൂടെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യാനാ? ഇവിടുത്തെ കാര്യം നോക്കാനല്ലേ സുനിലുള്ളത്? ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ലേ? ഇല്ല, ചെയ്യുന്നില്ല. രാവിലെ മുതൽ ഈ മാഗസിൻ വായിക്കുന്നതല്ലാതെ വേറെ എന്താ സുനിലേട്ടൻ ഇവിടെ ചെയ്തിട്ടുള്ളത്? ഓഹോ, വന്നപ്പോ തന്നെ സീനിയേഴ്സിനെ ചോദ്യം ചെയ്യാറായോ? ദേ, ഇവിടെ സീനിയേഴ്സ് ജൂനിയേഴ്സ് എന്നുള്ള തരംതിരിവൊന്നുമില്ല. എല്ലാവരും കൂടി സഹകരിച്ച് മുന്നോട്ട് പോണം, മനസ്സിലായോ? അല്ല, ഞാനിവിടെ സഹകരിച്ചതിന് ശേഷം നിങ്ങൾ രണ്ടും വന്നത്, അത് മറക്കണ്ട. അതുകൊണ്ടാണോ സഹോദരന് സഹകരിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? അതെ. എന്താ? എനിക്കറിയാം ഇവിടെ എങ്ങനെ കൊണ്ടുപോകണമെന്ന്. ആരും മുതലാളി ചമയൊന്നും വേണ്ട. തൽക്കാലം പുതിയ മാനേജർ വരുന്നവരെ എനിക്കാണ് ചാർജ്. ഞാൻ മുതലാളി ചമയും, കേട്ടോ? ടോണി, രാവിലെ തന്നെ ചിഞ്ചുമോൾ എന്നോട് വഴക്കിന് വരിക. പോട്ടസല്ലേ, ചിഞ്ചു അല്ലേ, തമാശക്ക് പറഞ്ഞതായിരിക്കും. തമാശക്കൊന്നല്ല, സീരിയസ് ആയി കാണേണ്ട സ്ഥലത്ത് സീരിയസ് ആയി തന്നെ കാണണം. തമാശ വരാനും കുട്ടികളി കളിക്കാനുള്ള സ്ഥലമല്ല ഈ കോഫി ഷോപ്പ്. അത് തൊഴിലാളിയാണെങ്കിലും മുതലാളിയാണെങ്കിലും. വേണ്ടായിരുന്നു. വിനീതേ, നീ ചെല്ല്. ഇവിടുത്തെ കാര്യം സുനിൽ നോക്കിക്കോളും, അത് ഞാൻ നോക്കിക്കോളാം. വെറുതെ നിൽക്കുന്നവരോടും കൂടിയാ പറഞ്ഞേ. പാറു, റോയ്ച്ചനെന്താ പതിവില്ലാത്തൊരു ഒരുക്കം? കുറെ നേരമായി കണ്ണാടിന്റെ മുന്നിൽ നിന്ന് സർക്കസ് കളിക്കുന്നു. നമ്മളുടെ റോയ്ച്ചനല്ലേ? റോയ്ച്ചൻ കൂടുതൽ സുന്ദരനാവുന്നില്ലേ? നിൽക്കുന്നത്ര കുഴപ്പം. എനിക്ക് കുഴപ്പമൊന്നുമില്ല.
സാധാരണ ആണുങ്ങൾ പെണ്ണുങ്ങളെ കാണാൻ പോകുമ്പോഴാണ് ഇങ്ങനെ ഒരുങ്ങാറ്. കണ്ണാടീന്റെ മുന്നിൽ നിന്ന് മാറാനേ തോന്നൂല. എനിക്ക് തോന്നുന്നു റോയ്ച്ചൻ ആ മിസ്റ്ററി ഗേളിനെ കാണാൻ പോവാന്നാ. ചിലപ്പോ അതന്നെ ആവും. പക്ഷെ റോയ്ച്ചന് അറിയില്ലല്ലോ ആ മിസ്റ്ററി ഗേൾ ആരാണെന്ന്. അത് റോയ്ച്ചൻ പറഞ്ഞല്ലേ, ഞാൻ വിശ്വസിച്ചൊന്നുമില്ല. ചിലപ്പോ ചേട്ടനും അനിയനും കൂടെ നമ്മളെ പറ്റിച്ചാണെങ്കിലോ, പറയാൻ പറ്റില്ലേ. ഏ റോയ്ച്ചൻ അങ്ങനെ ചെയ്യോ? ടോണിയുടെ അല്ലേ ഏട്ടൻ? എനിക്ക് സംശയമുണ്ട്. നമ്മളറിയാത്ത എന്തോ ഒരു രഹസ്യം അവരടുത്തുണ്ട്. ആന്താ? അവരറിയാത്ത ഒരു രഹസ്യം നമ്മളുടെ അടുത്തുണ്ടല്ലോ. ആ ആ ഇനിയിപ്പോ റോയ്ച്ചൻ ആ കുട്ടീനെ അറിയില്ലെങ്കിൽ നമുക്ക് അവളെ റോയ്ച്ചന് കണ്ടുപിടിച്ചു കൊടുക്കണം. റോയ്ച്ചനോട് പറഞ്ഞാലോ? ഇനി അവളെ കാണുമ്പോ നമ്മളൊന്ന് വിളിച്ചു പറയാൻ, എന്നിട്ട് നമുക്ക് അവളെ ഫോളോ ചെയ്യാം. അവളെ ഫോളോ ചെയ്യാൻ അവളാരാ? മദർ തെരേസയോ? അല്ല, നെൽസൺ മണ്ടേല. എന്റെ ആനന്ദേ, ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് നിന്നെ ഇഷ്ടപ്പെട്ടത്. ഇനി അതിന്റെ പേരിൽ നീ ഇങ്ങനെ ചളി അടിച്ചെന്നെ നഷ്ടപ്പെടുത്തരുത്. എനിക്ക് റോയ്ച്ചന് സംശയമുണ്ട്. റോയ്ച്ചൻ വന്ന് ചോദിക്കാം. എന്തോ ഒരു ഗൂഢാലോചന മണക്കുന്നുണ്ടല്ലോ. അത് ഗൂഢാലോചനയല്ല റോയ്ച്ച, ഞങ്ങളുടെ തല പുകഞ്ഞതാ. ഉള്ളിലൊന്നുമില്ലാത്ത സാധനങ്ങൾ പുകയില്ല, കത്തിപ്പിടിക്കുള്ളൂ. ഞങ്ങൾ ആ പെൺകുട്ടിയെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. റോയ്ച്ചൻ കണ്ട ആ പെൺകുട്ടി. ഞാനും കുറച്ചു ദിവസമായിട്ട് അവളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിക്കണം. എന്നിട്ട് ചുറ്റിക്കുന്നല്ലേ. അതിനുശേഷം ഞാൻ അവളെ കണ്ടിരുന്നു 2 പ്രാവശ്യം. എവിടെ വെച്ച്? എപ്പോ? അത് പുറത്തു വെച്ച്. അവൾ ഇങ്ങോട്ട് വന്ന് സംസാരിക്കായിരുന്നു. കുറച്ച് ദിവസമായിട്ട് അവൾ എന്റെ പുറകുണ്ട്. റോയ്ച്ചൻ അവളോട് എന്തോ ഒരു ഇതുണ്ടല്ലോ. എന്തത്? ഒരിത് അങ്ങനൊന്നുമില്ല. അവൾ ആരാ എന്താന്നറിയാൻ ഒരു ആകാംക്ഷ, അത്രേ ഉള്ളൂ. പറ്റിയാ നിങ്ങളും കൂടി ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. കണ്ടുപിടിച്ച എന്റെ വക ഒരു ട്രീറ്റ് ഉണ്ട്. ട്രീറ്റേ ഉള്ളൂ.